സാബൂൻ അരി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സാബൂൻ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിനുശേഷം ഇതൊരു 2.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. 1/2 കപ്പ് റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടല മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1 ടീസ്പൂൺ ജീരകം, ഗാർണിഷിങ്ങിന്റെ മല്ലിയില അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ. കുക്കിംഗ് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. 2.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് സാബൂൻ അരിയിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയുടെ പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. സാബൂൻ അരിയുടെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പാൻ ചൂടാൻ വെക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സാബൂൻ അരി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു 3 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. ഞങ്ങൾ സാബൂൻ അരി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇത് ഉപവാസത്തിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്.